സ്വാഗതം. ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നത് നിങ്ങൾ തന്ന ഒരു ചെറിയൊരു ഗൈഡാണ്. കോവളത്തെ ബോണ്ട് സഫാരി എന്ന ഡൈവിംഗ് സെന്റർ തയ്യാറാക്കിയത്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ ഗൈഡായി തോന്നാം, പക്ഷെ ഇതിലൊരു വാചകം എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. കടലിലെ കവചധാരികളായ യോദ്ധാക്കൾ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ യോദ്ധാക്കളെക്കുറിച്ചാണ്. അതായത് ഞണ്ടും ചെമ്മീനും കൊഞ്ചുമൊക്കെ ഉൾപ്പെടുന്ന ക്രസ്റ്റേഷ്യനുകളെക്കുറിച്ച്. അതെ, ആ ഒരു പ്രയോഗം കവചധാരികളായ യോദ്ധാക്കൾ അത് വളരെ ശരിയാണ്. നമ്മൾ സാധാരണ ഭക്ഷണമായി മാത്രം കാണുന്ന ഈ ജീവികൾക്ക് ശരിക്കും കടലിന്റെ ആവാസവ്യവസ്ഥയിൽ അതിലും എത്രയോ വലിയൊരു റോളുണ്ട്. അപ്പോൾ ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. എന്താണ് ഈ ക്രസ്റ്റേഷ്യൻ എന്ന് പറഞ്ഞാൽ? കാഴ്ചയിൽ ഒരു തരം പ്രാണികളെ പോലെയുണ്ടല്ലേ? ആ ഒരു താരതമ്യം കൊള്ളാം. കാരണം ഇവരും കരയിലെ പ്രാണികളും ചിലന്തികളുമൊക്കെ ഒരേ വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്, ആർത്രോപോഡുകൾ. ആർത്രോപോഡുകൾ, ഓക്കെ. അതായത് സന്ധികളുള്ള കാലുകളുള്ള ജീവികൾ. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പുറത്തണിയുന്നൊരു കവചമാണ്. നമ്മുടെയൊക്കെ അസ്ഥികൾ ശരീരത്തിനകത്താണെങ്കിൽ ക്രസ്റ്റേഷ്യനുകൾക്ക് അത് പുറത്താണ്. എക്സോസ്കെലറ്റൻ. അതെ, എക്സോസ്കെലറ്റൻ, അതായത് ബാഹ്യാസ്ഥികൂടം. ഈ കവചം ഒരു മികച്ച പ്രതിരോധ മാർഗമാണ്. പക്ഷെ എനിക്കൊരു സംശയം, കല്ലുപോലുള്ള ഈ കവചത്തിനുള്ളിൽ കിടന്ന് അവ എങ്ങനെയാണ് വളരുന്നത്? അതിനുള്ളിൽ കൂടുതൽ സ്ഥലമില്ലല്ലോ. അതാണവ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വളരണമെങ്കിൽ അവർക്ക് ആ പഴയ ഇറുകിയ കുപ്പായം ഊരിവെച്ച് പുതിയൊരെണ്ണം ഉണ്ടാക്കിയേ പറ്റൂ. ഓ, ഈ പ്രക്രിയയാണ് പടം പൊഴിക്കൽ അഥവാ മോൾട്ടിംഗ് എന്ന് പറയുന്നത്. പഴയ തോട് പൊളിച്ചു പുറത്തു വന്നതിന് ശേഷം പുതിയ തോട് ഉറയ്ക്കാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്ത് അവയുടെ ശരീരം വളരെ മൃദുവായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരു സംരക്ഷണവും ഉണ്ടാവില്ല. ശത്രുക്കൾക്ക് വളരെ എളുപ്പത്തിൽ പിടികൂടാം. തീർച്ചയായും. ഒരു കവചവുമില്ലാതെ യുദ്ധക്കളത്തിൽ നിൽക്കുന്നൊരു യോദ്ധാവിന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് ആ സമയത്ത് അവർ പാറയിടുക്കുകളിലോ മറ്റോ ഒളിച്ചിരിക്കും. ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ചൊരു ഘട്ടമാണ്. മനസ്സിലായി. ഇനി വാണിജ്യപരമായി നോക്കിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഡെക്കാപോഡുകൾ എന്ന വിഭാഗത്തെയാണ്. ഡെക്കാപോഡുകൾ, 10 കാലുള്ളവർ അല്ലേ? അതെ, പേര് പോലെ തന്നെ 10 കാലുള്ളവർ. ഞണ്ടുകൾ, ലോബ്സ്റ്ററുകൾ, ചെമ്മീൻ, കൊഞ്ച് ഇവരെല്ലാം ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. നമ്മൾ ഈ ഞണ്ടിനെയും ചെമ്മീനിനെയും പറ്റി പറഞ്ഞു. പക്ഷെ ഈ ഗൈഡ് പറയുന്നത് 67,000-ത്തിലധികം ഇനം ക്രസ്റ്റേഷ്യനുകളുണ്ടെന്നാണ്. അതൊരു വലിയ സംഖ്യയാണല്ലോ. അതിൽ നമുക്ക് അത്ര പരിചിതമല്ലാത്ത ആരൊക്കെയുണ്ട്? ഒരുപാടുണ്ട്. അതിലൊന്ന് ഉദാഹരണത്തിന് ബാർനക്കിൾസ്. സത്യം പറഞ്ഞാൽ ബാർനക്കിൾസ് എന്ന് കേൾക്കുമ്പോൾ കപ്പലിന്റെ അടിയിലും പാറപ്പുറത്തുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നൊരു ശല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ജീവിയാണെന്ന് പോലും പലരും ഓർക്കാറില്ല. അതാണ് രസം. അതൊരു ജീവിയാണ്, അതും ഒരു ക്രസ്റ്റേഷ്യൻ. ഒറ്റനോട്ടത്തിൽ ഒരു ചെറിയ കക്ക പോലെ തോന്നുമെങ്കിലും അതിനുള്ളിൽ ഒരു ജീവിയുണ്ട്. കൊള്ളാം. ഒരിടത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിലും അവ തൂവല് പോലത്തെ കാലുകൾ പുറത്തേക്കിട്ട് വെള്ളത്തിൽ നിന്ന് ഭക്ഷണപദാർത്ഥങ്ങൾ അരിച്ചെടുക്കും. കപ്പലുകളിൽ മാത്രമല്ല, തിമിംഗലങ്ങളുടെ ദേഹത്തുവരെ പറ്റിപ്പിടിച്ച് ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന സഞ്ചാരികളാണിവർ. കൊള്ളാം. അപ്പോൾ ഈ വലിയ വൈവിധ്യത്തിനിടയിൽ കടലിന്റെ ആരോഗ്യത്തിൽ ഇവരുടെയൊക്കെ പങ്ക് എന്താണ്? ഈ ഗൈഡിൽ ഞാൻ കണ്ട മറ്റൊരു വാചകം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ആരോഗ്യത്തിന്റെ സംരക്ഷകർ. ഒരു ചെമ്മീൻ എങ്ങനെയാണ് ഒരു ഡോക്ടറെ പോലെ പ്രവർത്തിക്കുന്നത്? അതൊരു കിടിലൻ കാഴ്ചയാണ് ശരിക്കും. ക്ലീനർ ചെമ്മീൻ എന്നൊരു വിഭാഗമുണ്ട്. അവ പവിഴപ്പുറ്റുകളിൽ പ്രത്യേക ക്ലീനിംഗ് സ്റ്റേഷനുകൾ നടത്തും. ക്ലീനിംഗ് സ്റ്റേഷനുകളോ? അതെ, ഞാനിത് കോവളത്ത് ഡൈവ് ചെയ്തപ്പോൾ നേരിൽ കണ്ടിട്ടുണ്ട്. ഒരു വലിയ മോറയിൽ, അതായത് അഞ്ചല, വായ തുറന്നു പിടിച്ച് അനങ്ങാതെ കിടക്കുവാണ്. ഈ കുഞ്ഞൻ ചെമ്മീന് ഒരു പേടിയുമില്ലാതെ അതിന്റെ വായക്കകത്ത് കയറി പല്ലൊക്കെ വൃത്തിയാക്കുന്നു. ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സിനിമയിലെ ഒരു രംഗം പോലെയായിരുന്നു അത്. ഒരുതരം അണ്ടർമോട്ടർ സ്പാ അല്ലെങ്കിൽ ഡെന്റൽ ക്ലിനിക്ക് പോലെയാണല്ലേ ഇത്? അതെ. മറ്റു മത്സ്യങ്ങൾ, ചിലപ്പോൾ വലിയ മത്സ്യങ്ങൾ പോലും അവിടെ വന്ന് അവയുടെ ശരീരത്തിലെയും വായിലെയും പരാതങ്ങളെ നീക്കം ചെയ്യാൻ ക്യൂ നിൽക്കും. ക്യൂ നിൽക്കുമോ? അതെ. ക്ലീനർ ചെമ്മീൻ ഈ പരാതങ്ങളെ ഭക്ഷിക്കുന്നു. ഇത് മത്സ്യങ്ങൾക്ക് ആരോഗ്യവും ചെമ്മീനിന് ഭക്ഷണവും നൽകുന്ന ഒരു സഹജീവനമാണ്. അതുകൊണ്ടാണ് അവരെ ആരോഗ്യത്തിന്റെ സംരക്ഷകർ എന്ന് വിളിക്കുന്നത്. ഞണ്ടുകളുടെയും ലോബ്സ്റ്ററുകളുടെയും കാര്യമോ? അവരും ഈ സംരക്ഷണ സേനയിലെ അംഗങ്ങളാണോ? തീർച്ചയായും. അവരെ കടലിലെ ശുചീകരണ തൊഴിലാളികളെന്ന് വിളിക്കാം. കടലിനടിയിൽ ചത്തടിയുന്ന ജീവികളെയും മറ്റ് ജൈവാവശിഷ്ടങ്ങളെയും ഇവർ ഭക്ഷിക്കുന്നതിലൂടെ
കടലിനടിത്തട്ട് വൃത്തിയാകുന്നു. ഓഹ് ശരിയാണ്. ഇല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി അഴുകി വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയാനും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇവർ ഈ അവശിഷ്ടങ്ങളെ ഭക്ഷിച്ച് അതിലെ പോഷകങ്ങൾ ഭക്ഷ്യശൃംഖലയിലേക്ക് തിരികെ നൽകുന്നു. അപ്പോൾ ഇവർ വെറും യോദ്ധാക്കൾ മാത്രമല്ല, പവിഴപ്പുറ്റുകളിലെ ശുചീകരണ സേനാനികൾ കൂടിയാണ്. ഈ ഗൈഡിലെ മറ്റൊരു കാര്യം വായിച്ചിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. വളരെ ചെറിയ ക്രസ്റ്റേഷനുകൾ, നമ്മുടെ കണ്ണിന് പോലും കാണാൻ പറ്റാത്ത ക്രിൽ, കോപ്പേപ്പോഡുകൾ എന്നിവ ഭൂമിയുടെ കാലാവസ്ഥയെ തണുപ്പിക്കാൻ സഹായിക്കുന്നു എന്ന്. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇതിനെ ബയോളജിക്കൽ കാർബൺ പമ്പ് എന്ന് പറയും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ബയോളജിക്കൽ കാർബൺ പമ്പ്. അതെ, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കരയിലെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത് പോലെ കടലിലെ ഫൈറ്റോപ്ലാങ്ക്ടണുകൾ എന്ന സൂക്ഷ്മ സസ്യങ്ങൾ വലിച്ചെടുക്കും. ഓക്കെ. കോടിക്കണക്കിനു വരുന്ന ക്രിൽ, കോപ്പപ്പോഡുകൾ പോലുള്ള ഈ കുഞ്ഞൻ ക്രസ്റ്റേഷനുകൾ ഈ പ്ലാങ്ക്ടണുകളെയാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ ആ കാർബൺ അവരുടെ ശരീരത്തിന്റെ ഭാഗമായി. അതെ, അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത്. അവയുടെ കാർബൺ നിറഞ്ഞ കാഷ്ടവും പടം പൊഴിക്കുമ്പോൾ ഉപേക്ഷിക്കുന്ന തോടും ഭാരം കാരണം പതിയെ കടലിന്റെ അടിത്തട്ടിലേക്ക് താണുപോകും. ആഴങ്ങളിലേക്ക്. അതെ, ഒരു മഞ്ഞു പെയ്യുന്നതുപോലെ. ഇതിനെ മറൈൻ സ്നോ എന്നാണ് പലപ്പോഴും വിളിക്കുന്നത്. അങ്ങനെ ആ കാർബൺ ആയിരക്കണക്കിന് വർഷത്തേക്ക് ആഴക്കടലിൽ പൂട്ടിയിടപ്പെടും. അവിശ്വസനീയം. അപ്പോൾ ഈ കുഞ്ഞൻ യോദ്ധാക്കൾ അന്തരീക്ഷത്തിലെ കാർബണിനെ പിടിച്ച് കടലിന്റെ ആഴങ്ങളിലുള്ള ഒരു തടവറയിലടക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. നമ്മുടെ കണ്ണിന് കാണാൻ പോലും കഴിയാത്ത ഈ ചെറുജീവികൾ കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഒരു എയർ കണ്ടീഷനിംഗ് സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്നു. അവരില്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ ഒരുപക്ഷെ ഇതിലും എത്രയോ മടങ്ങ് മോശമായേനെ. തീർച്ചയായും ഭൂമിയുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ അവയുടെ പങ്ക് വളരെ വലുതാണ്. പരിസ്ഥിതിയിലെ ഈ പങ്കിനു പുറമേ നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലും ഇവർക്ക് വലിയ സ്ഥാനമുണ്ടല്ലോ. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ നട്ടെല്ലാണ് ക്രസ്റ്റേഷനുകൾ എന്ന് ഈ ഗൈഡ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ശീതീകരിച്ച ചെമ്മീൻ. അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് ഗോൾഡ് എന്ന് വിളിക്കുന്നത്. ആ വിളിപ്പേര് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്മീൻ കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെയാണ് നമ്മുടെ പ്രധാന ഉപഭോക്താക്കൾ. അതെ. ഇത് വെറുമൊരു വ്യാപാര കണക്കല്ല. കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് പോലുള്ള തീരദേശ സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും അക്വാകൾച്ചർ ഫാമുകൾ നടത്തുന്നവരുടെയും ഉപജീവനമാർഗമാണിത്. അവരുടെ കുടുംബങ്ങൾ കഴിയുന്നത് ഈ പിങ്ക് ഗോൾഡിന്റെ വരുമാനം കൊണ്ടാണ്. അപ്പോൾ പരിസ്ഥിതിപരമായും സാമ്പത്തികമായും ഇത്രയധികം പ്രാധാന്യമുള്ള ഈ ജീവികൾ ഇന്ന് വലിയ ഭീഷണികൾ നേരിടുന്നുണ്ടെന്നും ഗൈഡിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിലൊന്ന് സമുദ്രത്തിലെ അമ്ലീകരണമാണ്, ഓഷ്യൻ അസിഡിഫിക്കേഷൻ. അതെന്താണ്? നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ ഏതാണ്ട് 1/3 ഭാഗം കടലാണ് ആഗിരണം ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ നല്ല കാര്യമായി തോന്നാം, പക്ഷേ അതിനൊരു മറുവശമുണ്ട്. അതെ, CO2 വെള്ളവുമായി ചേരുമ്പോൾ കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നു. ഇത് കടൽ വെള്ളത്തിന്റെ അമ്ലത്വം കൂട്ടുന്നു. ഇതെങ്ങനെയാണ് ആ കവചധാരികളായ യോദ്ധാക്കളെ ബാധിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ കവചം, അതായത് പുറന്തോട്, പ്രധാനമായും കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണെന്ന്. ശരിയാണ്. അമ്ലത്വമേറിയ വെള്ളത്തിന് കാൽഷ്യം കാർബണേറ്റിനെ അലിയിക്കാൻ കഴിയും. ഇത് അവരുടെ തോടുകൾ നേർത്തതും ദുർബലവുമാക്കുന്നു. ഒരു യോദ്ധാവിന്റെ കവചം തുരുമ്പെടുത്ത് നുറുങ്ങിപ്പോകുന്നത് പോലെയാണിത്. ഓ, അത് വളരെ ഗുരുതരമാണല്ലോ. അതെ, ഇതവരുടെ വളർച്ചയെയും അതിജീവനത്തെയും സാരമായി ബാധിക്കും. മറ്റൊരു വലിയ ഭീഷണിയാണ് ഗോസ്റ്റ് നെറ്റുകൾ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീകരതയുണ്ട്. അതൊരു ഭീകരത തന്നെയാണ്. ഗോസ്റ്റ് നെറ്റുകളെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ ആയ മത്സ്യബന്ധന വലകളാണ്. കടലിൽ ഒരു നിയന്ത്രണവുമില്ലാതെ ഒഴുകി നടക്കുന്ന മരണക്കെണികൾ. ഒരു നിയന്ത്രണവുമില്ലാതെ? അതെ, അവ വർഷങ്ങളോളം, ഒരുപക്ഷെ പതിറ്റാണ്ടുകളോളം ജീവികളെ യാതൊരു വിവേചനവുമില്ലാതെ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കും. കടലിൽ ഒഴുകി നടക്കുന്ന കണ്ണുവേടികൾ പോലെയാണല്ലേ അത്? കൃത്യമായ ഉപമ. ക്രസ്റ്റേഷ്യനുകളുടെ ശരീരത്തിൽ മുള്ളുകളും കാലുകളും ഉള്ളതുകൊണ്ട് അവ വളരെ എളുപ്പത്തിൽ ഈ വലകളിൽ കുടുങ്ങിപ്പോകും. അയ്യോ. രക്ഷപ്പെടാനൊരു വഴിയുമില്ലാതെ പട്ടിണി കിടന്നും മുറിവേറ്റും അവ ചത്തുപോകുന്നു. വളരെ ക്രൂരമായൊരു മരണമാണത്. അമിതമായ മത്സ്യബന്ധനം, ഓവർഫിഷിംഗ്, മറ്റൊരു വലിയ പ്രശ്നമാണ്. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണല്ലോ. അതെ, പ്രജനനം നടത്താൻ പോലും പ്രായമാകാത്ത ചെറിയ ജീവികളെ വലയിട്ട് പിടിക്കുന്നത്, അത് അവയുടെ വംശനാശത്തിന് തന്നെ കാരണമായേക്കാം.
അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ ജീവികൾ ഇല്ലാതെ വരും. അതെ, ഇതൊരു വശത്ത് കടലിലെ ആവാസവ്യവസ്ഥയെ തകർക്കും, മറുവശത്ത് ഈ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ഉപജീവനത്തെയും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇല്ലാതാക്കും. ഇതിനെയൊക്കെ നേരിടാൻ ഇന്ത്യയിൽ എന്തെങ്കിലും നിയമ നടപടികളുണ്ടോ? ഉണ്ട്. ഭാഗ്യവശാൽ ചില സംരക്ഷണ നടപടികൾ നിലവിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൺസൂൺ കാലത്തെ ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബാൻ. ക്രസ്റ്റേഷ്യനുകളുടെയും മറ്റു മത്സ്യങ്ങളുടെയും പ്രധാന പ്രജനനകാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏകദേശം 47 മുതൽ 52 ദിവസം വരെ യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിന് നിരോധനമേർപ്പെടുത്താറുണ്ട്. ഇതവയ്ക്ക് സുരക്ഷിതമായി പ്രജനനം നടത്താൻ അവസരം നൽകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേറെന്തുണ്ട്? മറ്റൊന്നാണ് നിയമപരമായ കുറഞ്ഞ വലിപ്പം, മിനിമം ലീഗൽ സൈസ്. ഒരു നിശ്ചിത വലിപ്പത്തിൽ താഴെയുള്ള ഞണ്ടുകളെയും ലോബ്സ്റ്ററുകളെയും പിടിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഓക്കേ. ഇത് ഓരോ ജീവിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രജനനം നടത്താനുള്ള അവസരം ഉറപ്പാക്കാനാണ്. ഇതുകൂടാതെ വന്യജീവി സംരക്ഷണ നിയമമനുസരിച്ച് ഭീമൻ ക്ലാം, തെങ്ങ് ഞണ്ട് പോലുള്ള പ്രത്യേക ഭീഷണി നേരിടുന്ന ഇനങ്ങളെ വേട്ടയാടുന്നത് കർശനമായി നിരോധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു ഡൈവർ എന്ന നിലയിലോ കടലിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിലോ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ ഗൈഡിൽ പറയുന്നതുപോലെ ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, നോക്കുക, തുടരുത്. സിമ്പിൾ. അതെ, നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ കാണുന്ന ലോബ്സ്റ്ററുകളെയോ മറ്റു ജീവികളെയോ പിടിക്കാനോ കൈകാര്യം ചെയ്യാനോ ശ്രമിക്കരുത്. നമ്മുടെ ഒരു ചെറിയ സ്പർശനം പോലും അവയുടെ പ്രധാനപ്പെട്ട സ്പർശനികളോ കാലുകളോ ഒടിയാൻ കാരണമാകും. അത് അവരുടെ അതിജീവനത്തെ ബാധിക്കും. തീർച്ചയായും. ഗോസ്റ്റ് നെറ്റുകളെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുക എന്നതും ഇതിൽ പറയുന്നുണ്ടല്ലോ. അതെ, കടലിൽ ഉപേക്ഷിക്കപ്പെട്ട വലകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം അധികൃതരെ അറിയിക്കുക, അല്ലെങ്കിൽ സർട്ടിഫൈഡ് ഡൈവിംഗ് ഓർഗനൈസേഷനുകളെ അറിയിക്കാം. എന്നാൽ പരിശീലനമില്ലാതെ അവ സ്വയം നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. അത് അപകടമാണ്. വളരെ അപകടകരമാണ്. അതിന് വൈദഗ്ധ്യമുള്ളവർക്കേ കഴിയൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുസ്ഥിരമായി ഭക്ഷണം കഴിക്കുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നുമെങ്കിലും ഇത് വളരെ പ്രായോഗികമായ ഒന്നല്ലേ? തീർച്ചയായും. നമ്മൾ കടൽ വിഭവങ്ങൾ വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഉദാഹരണത്തിന്, മുട്ടയിട്ട പെൺഞണ്ടുകളെ ഒഴിവാക്കുന്നത് അടുത്ത തലമുറയെ സംരക്ഷിക്കാൻ വലിയ തോതിൽ സഹായിക്കും. അതെങ്ങനെ തിരിച്ചറിയാം? അവയുടെ വയറിന്റെ അടിഭാഗത്ത് ഓറഞ്ച് നിറത്തിൽ ആയിരക്കണക്കിന് മുട്ടകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെയുള്ളവയെ വാങ്ങാതിരിക്കുന്നത് ഒരു നല്ല ശീലമാണ്. അതുപോലെ നിയമം അനുവദിക്കുന്നതിലും ചെറിയ വലുപ്പത്തിലുള്ളവയെ ഒഴിവാക്കുക. അപ്പോ നമ്മൾ കണ്ടതുപോലെ ക്രസ്റ്റേഷ്യനുകൾ വെറുമൊരു കടൽ വിഭവം മാത്രമല്ല. അവ പവിഴപ്പുറ്റുകളുടെ കവചധാരികളായ യോദ്ധാക്കളാണ്, പരിസ്ഥിതിയെ ശുചീകരിക്കുന്ന എഞ്ചിനീയർമാരാണ്, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന കുഞ്ഞൻ സൂപ്പർ ഹീറോകളാണ്, നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗവുമാണ്. ആ ഗൈഡിലെ അവസാന വാചകം പോലെ സൂക്ഷ്മജീവികളായ ക്രിൽ മുതൽ ഭീമന്മാർക്ക് ഭക്ഷണം നൽകുന്നതുവരെ, പവിഴപ്പുറ്റുകൾ വൃത്തിയാക്കുന്ന ലോബ്സ്റ്ററുകൾ വരെ ഓരോ ക്രസ്റ്റേഷ്യനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നമുക്ക് അവയെ സംരക്ഷിക്കാം. നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉയരുന്നുണ്ട്. നമ്മൾ സംസാരിച്ച മൺസൂൺ നിരോധനം, നിയമപരമായ കുറഞ്ഞ വലുപ്പം, ഗോസ്റ്റ് നെറ്റുകൾ നീക്കം ചെയ്യൽ, ഇതൊക്കെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രാദേശികമായി നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കാവുന്ന കാര്യങ്ങളാണ്. ശരിയാണ്, നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ. അതെ, വലകള്, ബോട്ടുകള്, പിടിക്കുന്ന രീതികള്, ഇതൊക്കെ നമ്മുടെ കയ്യിലാണ്. പക്ഷേ സമുദ്രത്തിലെ അമ്ലീകരണം അങ്ങനെയല്ല. അത് നമ്മൾ ഓരോരുത്തരും കാർ ഓടിക്കുന്നതും ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതും അങ്ങനെ ലോകം മുഴുവൻ പുറത്തുവിടുന്ന കാർബണിന്റെ നേരിട്ടുള്ള ഫലമാണ്. ഒരു ആഗോള പ്രശ്നമാണ്. അതെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ചോദ്യം ഇതാണ്: നമ്മുടെ തൊട്ടുമുന്നിലുള്ള പ്രാദേശികമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെ നേരിടുന്നതാണോ കൂടുതൽ എളുപ്പം, അതോ ലോകം മുഴുവൻ ഒരുമിച്ചു മാറേണ്ട നമ്മുടെയെല്ലാം ജീവിതശൈലിയുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ആഗോള പ്രശ്നത്തെ നേരിടുന്നതാണോ കൂടുതൽ പ്രയാസകരം?